നമസ്കാരം. ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുമ്പ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. തൃക്കൂരിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പള്ള സ്വദേശി ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം അടച്ചു. ബെയറിംഗ് മാറ്റുന്ന പ്രവർത്തികൾക്കായാണ് ഇപ്പോൾ പുഴപ്പാലം അടച്ചത്. ആമ്പല്ലൂരിൽ കമ്മ്യൂണിറ്റി ഹാളിന് സമീപം നിർത്തിയിട്ട ബൈക്ക് കത്തിനശിച്ചു. വെണ്ടോർ സ്വദേശി നെല്ലിപ്പറമ്പിൽ സതീശന്റെ ബൈക്കാണ് കത്തിനശിച്ചത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃക്കൂരിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പളം സ്വദേശി 37 വയസ്സുള്ള ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ തൃക്കൂർ മരത്താക്കര നെല്ലിച്ചോട് വെച്ചായിരുന്നു ആക്രമണം. ജിംനേഷ്യത്തിൽ നിന്ന് ഇറങ്ങിയ ബിനസിനെ പുറകിൽ നിന്ന് വന്ന ആൾ ചുറ്റിക കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണ യുവാവിന്റെ തലയിൽ വീണ്ടും ഇയാൾ 2 തവണ ചുറ്റിക കൊണ്ട് അടിച്ചു. നാട്ടുകാരാണ് ബിനസിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവശേഷം പ്രതി ഓടിപ്പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം അടച്ചു. ബെയറിംഗ് മാറ്റുന്ന പ്രവർത്തികൾക്കായാണ് പുഴപ്പാലം അടച്ചത്. പാലത്തിലെ ബെയറിംഗ് മാറ്റുന്ന പ്രവർത്തികൾക്കായി 20 ദിവസത്തോളം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. പാലം അടച്ചതോടെ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സമാന്തര പാലത്തിലൂടെയാണ് കടത്തിവിടുന്നത്. 7 സ്പാനുകളിലായി 42 ബെയറിംഗുകളാണ് മാറ്റുന്നത്. ജാക്കി ലിവർ ഉപയോഗിച്ച് പാലത്തിന്റെ സ്പാൻ ഉയർത്തിയാണ് ബെയറിംഗുകൾ ഘടിപ്പിക്കുന്ന പ്രവർത്തികൾ നടത്തുന്നത്. പാലം വേനൽ മഴ കനത്താൽ പ്രവർത്തികൾക്ക് തടസ്സമാകും. സ്കൂൾ തുറക്കും മുമ്പേ പ്രവർത്തികൾ പൂർത്തിയാക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. ചാലക്കുടി മേഖലയിൽ വലിയ ഗതാഗത തടസ്സമാണ് അനുഭവപ്പെടുന്നത്. ആമ്പല്ലൂരിൽ കമ്മ്യൂണിറ്റി ഹാളിന് സമീപം നിർത്തിയിട്ട ബൈക്ക് കത്തിനശിച്ചു. വെണ്ടോർ സ്വദേശി നെല്ലിപ്പറമ്പിൽ സതീശന്റെ ബൈക്കാണ് കത്തിനശിച്ചത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. സുഹൃത്തുക്കളോടൊപ്പം സംസാരിച്ച ശേഷം ബൈക്ക് സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചെങ്കിലും സ്റ്റാർട്ടാകാത്തതുമൂലം സ്റ്റാൻഡിലിട്ട് നിർത്തിയ ബൈക്കിൽ നിന്ന് തീ പടരുകയായിരുന്നു. നിമിഷനേരം കൊണ്ട് തീ ആളിപ്പടർന്നു. പുതുക്കാടിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. അഷ്ടമിച്ചിറ നായർ സമാജത്തിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് അഷ്ടമിച്ചിറ നായർ സമാജവും തൃശൂർ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ ഹെൽത്ത് കാരവൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ കാലത്ത് ഭക്ഷണക്രമം വെച്ചാൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വിഷരഹിതമായ ഭക്ഷണങ്ങളാണ് നമ്മൾക്ക് ഭക്ഷിക്കാനായിട്ട് നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിച്ച് സ്വയം ഭക്ഷണക്രമം നിയന്ത്രിച്ചത് ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിന് ശേഷം ഇന്ന് ഈ കാലഘട്ടം വരുന്ന ഈ യുഗങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കും സമയമില്ല, സമയക്രമമില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുകയാണ്. സമാജം പ്രസിഡന്റ് രവീന്ദ്രനാഥ് കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ജിനീഷ്, ഉണ്ണികൃഷ്ണ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. ഷുഗർ ടെസ്റ്റ്, ടോട്ടൽ കൊളസ്ട്രോൾ, ക്രിയാറ്റിൻ, രക്തസമ്മർദ്ദം, ഓക്സിജൻ ലെവൽ, പൾസ് റേറ്റ്, പല്ലുരോഗങ്ങളുടെ പരിശോധന തുടങ്ങിയ വിവിധ ആരോഗ്യ പരിശോധനകളും ക്യാമ്പിൽ ലഭ്യമായിരുന്നു. പുത്തഞ്ചിറ ഫൊറോന ദേവാലയത്തിൽ ഇടവക ദിനാഘോഷം നടന്നു. ഫാദർ ഡേവിസ് C. അമ്പൂക്കൻ ഉദ്ഘാടനം ചെയ്തു. അതിമനോഹരമായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ അറിയുക, അനുഭവിക്കുക, അത് വലിയൊരു സന്തോഷമാണ്. അപ്പൊ ഈ ഇടവദിനത്തില് ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിമനോഹരമായി ക്രോഡീകരിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന, എല്ലാം മനോഹരമായിട്ട് സംവിധാനം ചെയ്യാൻ ഓടി നടക്കുന്ന വലിയ ബഹുമാനപ്പെട്ട ഫൊറോന വികാരിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പച്ചന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്
എൻ്റെ മകൻ എല്ലാ സ്ഥലങ്ങളിലും അച്ഛൻ എല്ലാത്തിനും ഓടിയെത്തുന്നുണ്ട്. ഒരു പോരായ്മ വരുത്താതെ എവിടെയുണ്ട് കൃത്യമായി തടഞ്ഞ് അന്വേഷിച്ചെത്തി എല്ലാത്തിലും പങ്കുചേരുന്ന ഒരു ജനകീയനായിട്ടുള്ള പ്രിയകരനായിട്ടുള്ള വികാരിയാണ് ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ. അച്ഛൻ എനിക്ക് വളരെ അറിയാം. ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നിയുക്ത MLA OJ ജനീഷിനെ ആദരിച്ചു. ഞാൻ അച്ഛനോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം ഇവിടേക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ആശങ്കയൊന്നും വേണ്ട, ധൈര്യമായിട്ട് കൊടുക്കും, എല്ലാവിധ പ്രാർത്ഥനാശംസകളും കൂടെയുണ്ടാവും എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ആകസ്മികമായി ഒന്നും പറയുന്നത് റിസൾട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം പങ്കെടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ഇതുപോലെ വിജയമായ ഒരു പരിപാടി അത് ഈ പരിപാടി തന്നെയായി എന്നുള്ളത് ഒരു ആകസ്മികമായ ഒന്നുതന്നെയാണെങ്കിൽ കൂടി ആ സന്തോഷം കൂടി ഇവിടെ ഞാൻ പങ്കുവെക്കുകയാണ്. ഡേവിസ് ആലപ്പാട്ട്, ജിജോ അരിക്കാടൻ, വിൻസെന്റ് മഞ്ഞളി, ഫാദർ അലൻ, സിസ്റ്റർ ദീപ പോൾ, ഡേവിസ് പട്ടത്ത്, ഫാദർ ബിനോയ് കോഴിപ്പാട്ട് എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് വാണിജ്യ പാചക ഗ്യാസ് വില വർധനവിനും ക്ഷാമത്തിനുമെതിരെ പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. KVVS തൃശൂർ ജില്ലാ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഇന്ന് തൃശൂർ ശക്തൻ നഗർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തുന്ന അടുപ്പുകൂട്ടി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് 3 പീടിക യൂണിറ്റിൽ പ്രകടനം നടത്തിയത്. 3 പീടിക യൂണിറ്റ് പ്രസിഡന്റ് MS സിദ്ദിഖ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി KR സത്യൻ, യൂത്ത് വിംഗ് സെക്രട്ടറി അബ്ദുൾ സമദ്, വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന, കമറുൽ ഹക്ക്, MKM ഇക്ബാൽ, അൻവർ ഹാഷിം, ഹൈബൂബ്, ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വ്യാപാരികൾക്ക് വ്യാപാരം നടത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോട്ടലുകളാണെങ്കിൽ അടച്ചിട്ടുണ്ട്, ബേക്കറികൾ, ഇതുപോലുള്ള പല സ്ഥാപനങ്ങളും ഇപ്പം നടന്നു കിടക്കുകയാണ്. സത്യത്തിൽ ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും ഒരു ചായ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്നൊരു ഹോട്ടൽ തുറന്നിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറിന്റെ വില കൂടിയതാണ്. അതായത് ഒരു ഒടുക്കത്തെ വിലയാണ് കൂടിയേക്കുന്നത്, നിസ്സാര വിലയല്ല. 3000 രൂപയാണ്. 1000 എത്രയായിരുന്നു? 1500 ആയിരുന്നു. വെറും 3000 രൂപയിലേക്കാണ് പോയേക്കുന്നത്. പുല്ലൂറ്റ് AK അയ്യപ്പൻ CV സുകുമാരൻ വായനശാലയിലെ വായനക്കളരിയിൽ കഥാരചന ക്യാമ്പ് നടന്നു. മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന മുദ്രാവാക്യവുമായി ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്ന വായനക്കളരിയുടെ 2ാമത് പരിപാടി കഥാരചനാ ക്യാമ്പ് പ്രശസ്ത എഴുത്തുകാരൻ ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് മലാല വിഭീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയുടെ 2025 വായനാ പുരസ്കാരം ലഭിച്ച ബാലവേദി പ്രസിഡന്റ് മലാല വിഭീഷിന് പുരസ്കാരം ബക്കർ മേത്തല സമ്മാനിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS ജയൻ, KR നാരായണൻ, രേഷ്മ ഷൺമുഖൻ, മുനീറ, മിഥു M, സബിത KH, ജമീല, നന്ദു അഗസ്റ്റിൻ, വായനശാല ബാലവേദി സെക്രട്ടറി TR ആർദ്ര എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കൂരിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പുഴമ്പള്ള സ്വദേശി ബിനസ് ഡേവിസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം അടച്ചു. ബെയറിംഗ് മാറ്റുന്ന പ്രവർത്തികൾക്കായാണ് ഇപ്പോൾ പുഴപ്പാലം അടച്ചത്. ആമ്പല്ലൂരിൽ കമ്മ്യൂണിറ്റി ഹാളിന് സമീപം നിർത്തിയിട്ട ബൈക്ക് കത്തിനശിച്ചു. വെണ്ടോർ സ്വദേശി നെല്ലിപ്പറമ്പിൽ സതീശന്റെ ബൈക്കാണ് കത്തിനശിച്ചത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.